ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 20-ന്റെ 6 മുതൽ 10 വരെ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതം കൂടെ കാണുവാൻ ദൈവം നമ്മെല്ലാവരെയും അനുവദിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ വായിച്ച ഈ വേദഭാഗത്ത് വളരെയധികം മിഴിവോടെ നിൽക്കുന്ന ഒരു പദമാണ് 1000 ആണ്ട് വാഴ്ച അല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ച. കുറേ ആളുകൾ ഇതിനെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിക്കുകയും എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചിന്തയിൽ 1000 ആണ്ട് എന്നത് ഒരു നീണ്ട കാലയളവിനെ കുറിക്കുന്നതാകാം എന്ന് നമ്മൾ ചിന്തിച്ചു. എന്നാൽ വീണ്ടും അനേകം സംശയങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ള വേദപുസ്തക സങ്കല്പം എന്താണ് എന്നതിനെ ഇന്ന് ചിന്തിക്കാമെന്നാണ് കരുതുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്ന ഒരു ഇടക്കാല മശിഹാ രാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശ സഭകളെല്ലാം അംഗീകരിക്കുന്നതാണ്. സഭാപിതാവായിരുന്ന ഐറേനിയസ്, അദ്ദേഹത്തെ പോലുള്ള ആദിമ സഭാപിതാക്കന്മാർ അവരുടെ ഉപദേശത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അതിനെയൊക്കെ തുടർന്ന് സഭ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ആ ഒരു കാലഘട്ടത്തെ തുടർന്ന് ഭരണകൂടത്തിൻ്റെ അംഗീകാരം നേടിയ സഭ അല്ലെങ്കിൽ സ്റ്റേറ്റ് ചർച്ച് എന്നറിയപ്പെടുമ്പോൾ ഇതിന് നിരൂപണാത്മകമായ രാഷ്ട്രീയ അർത്ഥം എന്തെങ്കിലും ഉള്ളതായി വ്യാഖ്യാനിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. സമൂഹത്തിൻ്റെ മേൽ സഭയ്ക്കുള്ള പ്രയോജനകരമായ സ്വാധീനമായിട്ടാണ് അഗസ്തിനോസ് അല്ലെങ്കിൽ സെന്റ് അഗസ്റ്റിൻ ഇതിനെ വ്യാഖ്യാനിച്ചത്. നവീകരണകർത്താക്കൾ ഇതിനെ വിശ്വാസികളുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ മേലും ആത്മാക്കളുടെ മേലുമുള്ള ക്രിസ്തുവിൻ്റെ ഭരണമായിട്ട് വിശദീകരിച്ചു. ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളുണ്ടായിരുന്നു. തോമസ് മ്യൂൻസർ, പിന്നെ അനാബാപ്റ്റിസ്റ്റുകാർ, അങ്ങനെ ഇടതുപക്ഷ നവീകരണ കൂറ്റുകാർ, ഇവരൊക്കെ ഭൂമിയിൽ ദൈവരാജ്യം എന്ന ആശയത്തെ നേരിടുന്നതിന് മാർട്ടിൻ ലൂതറും കാൽവിനുമൊക്കെ ഇതിനെ വ്യക്തിപരമായ ജീവിതത്തിലെ ക്രിസ്തുവിൻ്റെ ഭരണമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു.
വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ ഈ വാക്കുകളൊക്കെ വ്യാഖ്യാനിക്കാൻ വ്യത്യസ്തമായ മാർഗങ്ങൾ അവലംബിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു സമീപനം, വേദപുസ്തകത്തിൽ സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് പറയുന്ന ഏക സ്ഥലം ഇതാണെന്നും യഹൂദ സ്വാധീനത്തിൽ നിന്നുണ്ടായ ഒരാശയമാണ് ഇതെന്നും വിശദീകരണം നൽകുന്നു. എന്നാൽ യഹൂദന്മാരുടെ മശിഹ ഭരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള സങ്കല്പം വളരെ വിഭിന്നമായിരുന്നു. എന്തുകൊണ്ട് ഈ പ്രത്യേക പ്രതീക്ഷ യോഹന്നാൻ തിരഞ്ഞെടുത്ത് ഉൾപ്പെടുത്തി എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. യോഹന്നാന് ഈ ഭാഗം വേണമെങ്കിൽ വിട്ടുകളയാമായിരുന്നു. സാത്താനെ ബന്ധിക്കുന്നത് കഴിഞ്ഞ്, അതായത് നമ്മൾ വായിച്ച 20-1 മുതൽ 3 വരെയുള്ള ഭാഗം കഴിഞ്ഞ് നേരിട്ട് അന്ത്യന്യായവിധിയിലേക്ക് പ്രവേശിക്കാമായിരുന്നു. 11 വാക്യം മുതൽ അതാണ് വായിക്കുക. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലെ പീഡനം, ദൈവത്തിൻ്റെ ശത്രുക്കളുടെ തോൽവി, സ്വർഗീയ നഗരത്തിലെ പ്രതിഫലം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുക്രമം അങ്ങ് നീങ്ങിക്കൊണ്ടേയിരിക്കുമായിരുന്നു. എന്നാൽ അങ്ങനെ വരുമ്പോൾ ചരിത്ര സീമയ്ക്കുള്ളിൽ പ്രത്യാശയ്ക്ക് വകയുള്ളതൊന്നും ഉണ്ടാവുമായിരുന്നില്ല. അവിടം ഒരു വെറും ചരിത്ര മേഖല അങ്ങനെ മാത്രമാകുമായിരുന്നു. മൃഗത്തിനും അവൻ്റെ അനുഗാമികൾക്കും വികരിക്കാനുള്ള രംഗമായി അത് മാറിയേനെ. ഒരു നാടകം കാണുന്നത് പോലെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വായിക്കുന്നത് പോലെ മാത്രം വെളിപ്പാട് പുസ്തകം വായിച്ച് തീർക്കേണ്ടി വന്നേനെ. എന്നാൽ വായനക്കാർക്ക് പ്രത്യാശയുടെ വക നൽകുന്ന ചില ദർശനങ്ങൾ അടർത്തിയെടുത്ത് യോഹന്നാൻ നൽകുന്നത് ഈ രചനയുടെ ഉൾക്കാമ്പ് എന്ന് പറയുന്നത് പ്രത്യാശയും പ്രതീക്ഷയും നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ്. 20-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള ഭാഗം ഭക്തിപരമായ ആശയമില്ലായ്മയെ അല്ലെങ്കിൽ ആശയില്ലായ്മയെല്ലാം ഖണ്ഡിക്കുന്നുണ്ട്. ചരിത്രത്തിൻ്റെ പരിധിക്കുള്ളിൽ അതിൻ്റെ എല്ലാ അവ്യക്തതയ്ക്കും മധ്യേ മനുഷ്യവർഗത്തിന് പ്രത്യാശയുണ്ട്. ദേശങ്ങളെ എപ്പോഴും മോഹനിദ്രയിലാക്കാവുന്ന അവസ്ഥയിലല്ല സാത്താൻ. ആളുകൾ എപ്പോഴും എല്ലായിടത്തും ഇല്ല എന്നും ഒരു മൃഗത്തെയോ മറ്റൊന്നിനെയോ തേടി നടക്കുകയല്ല എന്നും ഓർക്കേണ്ടിയിരിക്കുന്നു. സാത്താൻ ബന്ധിതമായ സമയം അവനുണ്ട്. നീതിയും സമാധാനവും നിലനിൽക്കുന്ന ഘട്ടങ്ങൾ അത് തീർച്ചയായിട്ടുമുണ്ട്. സ്നേഹത്തിനും സർഗാത്മകതയ്ക്കും വീണ്ടും പൂവിടാൻ സമയമുണ്ട്. 1000 വർഷം നീണ്ടു നിൽക്കുന്ന മശിഹ ഭരണ ദർശനമെന്ന പ്രതീക്ഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീകം യോഹന്നാൻ അവതരിപ്പിക്കുന്നത് പ്രത്യാശ കൈവിടാതെ ജീവിക്കാനുള്ള ആഹ്വാനമാണ്. അത് നമ്മൾ വേദപുസ്തകത്തിൽ മറ്റെങ്ങും കാണുന്നില്ല. എങ്കിൽ പോലും ചരിത്രത്തിനുള്ളിൽ മെച്ചപ്പെട്ട കാലഘട്ടത്തിന് വേണ്ടിയുള്ള പ്രത്യാശ വേദപുസ്തക കാഴ്ചപ്പാടിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നതാണ്. ന്യായപ്രമാണത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും സുവിശേഷങ്ങളിലും ഇത് മൗലികമായി ഉള്ളതാണ്. അനേകം ഭക്തരായ ക്രിസ്ത്യാനികളും ചെയ്യുന്നത് പോലെ ഭൂമിയെയും മനുഷ്യചരിത്രത്തെയും വേദപുസ്തകം എഴുതി തള്ളുന്നില്ല. അത് മനസ്സമാധാനത്തിനും ആത്മശാന്തിക്കും ഉപരിയായി ഭൂമിയിൽ സമാധാനം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വളരെ കണ്ണുനീരിന് ശേഷം സന്തോഷകരമായ കൊയ്ത്തിനെക്കുറിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പുസ്തക ചുരുൾ തുറക്കാനും ദൈവപദ്ധതിക്ക് തുടക്കം കുറിക്കാനും ആരെയും കാണാഞ്ഞപ്പോൾ യോഹന്നാൻ സ്വർഗത്തിൽ കണ്ണുനീരൊഴുക്കുന്നതായി വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു. അപ്പോൾ ഭീതിയും നിഷ്ഠൂരതയും അനീതിയും യുദ്ധവും ഇല്ലാത്ത കാലഘട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെപ്പറ്റി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുകയാണ്. നീതിയും സമാധാനവും സൃഷ്ടിയുടെ സമഗ്രതയും
നിലനിൽക്കുന്ന ഒരു നീതിനിഷ്ഠ സമൂഹം സ്വപ്നം കാണുന്നവർ വേദപുസ്തകാധിഷ്ഠിതമായ കിനാവ് തന്നെയാണ് കാണുന്നത്. അത് ചരിത്രത്തിൽ താൽക്കാലികമായി നിറവേറ്റാൻ പറ്റാത്തതല്ല. അത്തരം ശാബത്ത് കാലം ചരിത്രത്തിൽ സാധ്യമാണ്. ദുരിതവും പാപവും അപ്പോഴും ഉണ്ടായിരിക്കും. എങ്കിലും ജനതകളും സമൂഹങ്ങളും ഭ്രാന്തു പിടിച്ച് അന്യോന്യ സംഹാരത്തിനും അധികാരത്തെയും മരണത്തെയും ആരാധിക്കുന്നതിനും മുതിരുകയില്ല. എപ്പോഴാണിത് സംഭവിക്കുക? അല്ലെങ്കിൽ ഏത് കാലത്തെയാണ് ഇത്തരത്തിൽ കാണേണ്ടത്? അതൊന്നുമല്ല പ്രസക്തമായ ചോദ്യം. അത്തരം പ്രതീക്ഷകൾ സാക്ഷാത്കരിച്ചാൽ ആരായിരിക്കും അതിൻ്റെ ചുമതലക്കാർ എന്നായിരിക്കും കൂടുതൽ പ്രസക്തം. ആരാണ് ഇപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നത്? മഹാസർപ്പം അടച്ചിടപ്പെടുകയും പീഡനത്തിന് വിധേയരായവർ ഭരിക്കുകയും ജീവിച്ചിരിക്കുകയും ചെയ്യുന്ന സമയമാവും അത് എന്നാണ് യോഹന്നാൻ പറയുന്നത്. കഷ്ടതയിലിരുന്ന, പീഡനത്തിലൂടെ കടന്നുപോയ, അവഗണിക്കപ്പെട്ട ആളുകൾ ഈ മശിഹ ഭരണത്തിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നവരായി മാറും. തള്ളപ്പെട്ടവർ മുഖ്യ സ്ഥാനത്തേക്ക് ഇങ്ങനെ വരുന്ന ഒരു കാലഘട്ടം. ഇതാണ് യോഹന്നാൻ തൻ്റെ ദർശനത്തിലൂടെ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നത് ഏത് വർഷം മുതൽ ഏത് വർഷം വരെ എന്നുള്ള ഒന്നുമല്ല ചോദ്യം. ഒരു ദൈവിക ഭരണത്തിന് കീഴിൽ ദൈവത്തിനു വേണ്ടി തള്ളപ്പെട്ട ആളുകൾ, ദൈവത്തിനു വേണ്ടി സഹനതയിലൂടെ കടന്നുപോയവർ, ദൈവത്തിനു വേണ്ടി ജീവൻ ബലിയെ കഴിച്ചവർ, അവർക്ക് ആ ഒരു ഭരണത്തിന് കീഴിൽ സ്വാധീനമുണ്ടാകും. ആ ഒരു പ്രതീക്ഷ യോഹന്നാൻ നൽകുകയാണ്. തുടർന്നുള്ള ചില കാര്യങ്ങളും അടുത്ത ധ്യാനത്തിൽ ഉൾപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് പ്രതീക്ഷയാണ് വെളിപ്പാട് പുസ്തകം നൽകുന്ന ആഴമേറിയ സുവിശേഷം, പ്രത്യാശ. അങ്ങനെ കാത്തിരിക്കാൻ പീഡനത്താൽ ഭാരപ്പെട്ട സഭയെ യോഹന്നാന്റെ ദർശനം ആഹ്വാനം ചെയ്യുന്നു. കാലികമായ നമുക്കും ഇത് അന്വർത്ഥമാണ്. പ്രതീക്ഷയാണ് നിലനിൽപ്പിൻ്റെ ആധാരം. പ്രതീക്ഷയുള്ളവരായി, പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടി ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടും പ്രത്യാശയോടും ദൈവത്തോട് ചേർന്ന് ജീവിപ്പാനുള്ള വലിയ ഒരു ഉത്തേജനം ഞങ്ങൾക്ക് നൽകിയതിനായും ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത കൃപയും കരുണയും കൂടെ ഇരുന്ന് അടിയങ്ങളെ വഴി നടത്തണമേ. ചെറുതും വലുതുമായ ആവശ്യങ്ങളുടെ മധ്യത്തിൽ കർത്താവെ അവിടുത്തെ കരം നീട്ടണമേ. ആലോചകനായും വഴികാട്ടിയായും കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തിൽ വന്നുപോയ കുറവുകൾ ക്ഷമിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും നാളുകൾ അവിടുന്ന് നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.